ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ വെള്ളിയാഴ്ച ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൊണ്ട് ID വരും വോൾവോയുടെ. ID പാസ്വേഡും കിട്ടി കഴിഞ്ഞാൽ 2 സീനിയർ ആയിട്ട് അല്ലെങ്കിൽ ഓടി പരിചയമുള്ള ഡ്രൈവർമാരോട് 3ാമത്തെ ഡ്രൈവറായിട്ട് വിടും. 5000 കിലോമീറ്റർ ഓടി തയ്ക്കണം. അതില് റൂട്ട് പഠിക്കുക, വണ്ടി ലൈനിൽ ഓടിച്ച് നല്ല എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഓടിച്ച് പരിചയമുള്ള ആൾക്കാരോടെ പോയി അതിന്റെ കാര്യങ്ങളെ പറ്റി പഠിക്കുക. കാരണം അതിർത്തികളുണ്ട്, അവിടെ ചെല്ലാൻ അടക്കേണ്ടി വരും, നമ്മൾ മെസ്സേജുകൾ ഇടേണ്ടി വരും. ഇപ്പൊ ഫൈൻ അടിച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് അല്ലല്ല, എല്ലാം നമ്മുടെ അക്കൗണ്ടിലോട്ട് 1 രൂപ പോലും വരില്ല. എല്ലാ വണ്ടിയുടെ ATM കാർഡ് ഉണ്ട്, അത് വരും, അതിന് പൈസ എടുത്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ATM കാർഡ് വണ്ടിക്കുണ്ട്? വണ്ടി നമ്പറില്ല ATM കാർഡ് ഉള്ളത്. വണ്ടിക്ക് ATM കാർഡ് ഉണ്ട്, ഡീസൽ കാർഡ് ഉണ്ട് വണ്ടിക്ക്. ബാക്കി കാര്യങ്ങളെല്ലാം കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് നമ്മൾ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വന്നങ്ങ് ചെയ്താൽ മതി. ജോലി ചെയ്യാൻ താല്പര്യം വേണം. കാരണം എക്സ്പ്രസ് കാർഗോ വേണം, നല്ല ഓട്ടം ഉണ്ട്, അത്യാവശ്യം ഓട്ടം ഉണ്ട് വണ്ടിയിൽ. അതെ. അപ്പൊ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആകും. നമുക്ക് എക്സ്പ്രസ് കാർഗോയുള്ള എക്സ്പീരിയൻസ് ആകും. പിന്നെ നമുക്ക് നല്ല വോൾവോ ട്രക്കിലുള്ള ഒരു എക്സ്പീരിയൻസ് ആകും ഓടിച്ചുള്ള. തിങ്കൾ തൊട്ട് വെള്ളി വരെ ട്രെയിനിങ്. അപ്പൊ ട്രെയിനിങ്ങിൽ വണ്ടി ഫോർവേഡ് ഓടിക്കുക, ഇതിന്റെ മറ്റു കാര്യങ്ങൾ എല്ലാം പഠിപ്പിച്ചു തരും. അവിടെ റിവേഴ്സ് പഠിപ്പിച്ചു തരില്ല, പ്രത്യേകം പറയാം. കാരണം വണ്ടി റിവേഴ്സ് അറിയാവുന്ന ഡ്രൈവർമാരാണ് അവിടെ വരേണ്ടത്. അപ്പൊ 90 ഡിഗ്രി പാർക്കിംഗ് ഉണ്ട്, അവിടെയുണ്ട്. ഫോർവേഡ് ഓടിക്കുന്നത് ഈ പറഞ്ഞ സിസ്റ്റങ്ങൾ അനുസരിച്ച് വളരെ കൺട്രോൾ ആയിട്ട് വണ്ടി ഓടിച്ച് അവർ ഈ ആളെ കൊണ്ട് ഇത് ഓടിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പാസ്സാക്കി വിടും. പാസ്സാക്കി, കാരണം ഇത് എക്സ്പ്രസ് കാർഗോ ആണ് ഓടുന്നത്. അപ്പം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ